didn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയതോടുകൂടി താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ്. സ്ത്രീകൾക്ക് വേണ്ടിയും സ്ത്രീവിരുദ്ധതയ്ക്ക് എതിരെയും ശക്തമായി പ്രതികരിച്ചവരായിരുന്നു പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസും. അന്ന് കസബ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി പറഞ്ഞ കുറച്ച് ഡയലോഗുകളും മമ്മൂട്ടിയുടെ ആ ഒരു സീനുമൊക്കെ വളരെ രീതിയിൽ വിമർശനത്തിന് ഇരയായത് പോലും ഈ പറയുന്ന ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തും കാരണമാണ്. അന്ന് സിനിമയിലെ സ്ത്രീവിരുദ്ധത സീനുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഗീതു മോഹൻദാസ് തന്നെ സ്വന്തം സിനിമ സംവിധാനം ചെയ്തപ്പോൾ ഈ ഒരു സിനിമയിൽ ഇത്തരമൊരു സീൻ വയ്ക്കരുതായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഇനി ഏത് മുഖവും കൊണ്ട് WCCയിലേക്ക് ഗീതു മോഹൻദാസ് പോകുമെന്നും പലരും ചോദിക്കുന്നുണ്ട്. പണ്ട് മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും എതിരെയൊക്കെ വാതോരാതെ സംസാരിച്ച ഈ പറയുന്ന ഗീതു എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം സിനിമയിൽ സ്ത്രീകളെ മോശമാക്കി കാണിക്കുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. മാത്രമല്ല, നിരന്തരമായ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ഗീതു സംസാരിക്കുന്ന വീഡിയോകളും വളരെയധികം വൈറലാവുകയാണ്. അതുപോലെ തന്നെ മുൻപ് പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ ഐറ്റം ഡാൻസ് ഉണ്ടായതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വിമർശിച്ചവർ പോലും ഒരുപാട് പേരുണ്ട്. പൃഥ്വിരാജ് സ്ത്രീവിരുദ്ധനാണെന്നും നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ട് എന്നൊക്കെയായിരുന്നു അന്നത്തെ വിമർശനം. സത്യം പറഞ്ഞാൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ഒരു സംഘടന ഉണ്ടാക്കി പാവ പാർവതി തിരുവോത്തിനെ പോലുള്ള നടിമാരെ ഫീൽഡ് ഔട്ട് ആക്കി ഇപ്പോൾ അതിലും മോശം സീനുകൾ സ്ത്രീകളെ ഉപയോഗിച്ച് ഗീതു മോഹൻദാസ് സിനിമ എഴുതുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളും കളിയാക്കലുകളുമാണ് ഇപ്പോൾ എവിടെയും നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.